നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കുമ്പള അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്ന് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ അന്വേഷണം പുരോഗമിക്കുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് UDSF കാസർഗോഡ് ദേശീയപാത ഉപരോധിച്ചു. ഹോസ്ദുർഗ് ബേക്കൽ ഉപജില്ലാ കലോത്സവങ്ങൾക്ക് തുടക്കമായി. തുടങ്ങി നിരവധി വാർത്തകളാൽ സമ്പന്നമാണ് ഇന്നത്തെ ദിനവും. ആദ്യം തലക്കെട്ടുകൾ കാണാം. കുമ്പള അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്ന പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ അന്വേഷണം പുരോഗമിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് UDSF കാസർഗോഡ് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ തിരിച്ചുവിടാൻ പോലീസ് ലാത്തി പ്രയോഗിച്ചു. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ഹോസ്ദുർഗ് ബേക്കൽ ഉപജില്ലാ കലോത്സവങ്ങൾക്ക് തുടക്കമായി. ഓഫ് സ്റ്റേജിന്റെ മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ നടന്നത്. കാഞ്ഞങ്ങാട് കാർത്തികക്കാവിൽ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് തോണിയേറി തെയ്യങ്ങളെത്തി. കാർത്തിക ചാമുണ്ടിയും പരിവാരങ്ങളും സമീപത്തെ ക്ഷേത്രത്തിലെ കാലിച്ചു ചേക്കവൻ തെയ്യത്തോട് തോണിയിൽ വരുന്നു എന്നാണ് സങ്കല്പം. 30 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ വേദിയാവുന്നു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് നവംബർ 1 മുതൽ 7 വരെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് മൃഗാശുപത്രി കെട്ടിട ശിലാസ്ഥാപനം നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കുമ്പള അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്ന് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ അന്വേഷണം പുരോഗമിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ഡെക്കോർ പാനൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്ന് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ വീട്ടുമുറ്റത്ത് തെറിച്ചു വീണ ബോയിലറിന്റെ ലോഹഭാഗം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്ഫോടനത്തിൽ 10ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ആദ്യമായാണ് ജില്ലയിൽ ഇത്തരത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്നത്. 1.5 വർഷം മുൻപാണ് ഫാക്ടറി അനന്തപുരത്തെ വ്യവസായ എസ്റ്റേറ്റിൽ ആരംഭിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 6 പേർ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേർ ആശുപത്രി വിട്ടു. അപകടം നടക്കുമ്പോൾ 9 പേരാണ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ മരിച്ച അസം സ്വദേശി നജീറുൽ അലിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് സുഹൃത്തുക്കൾ. ഇൻക്വസ്റ്റ് നടപടികൾ ചൊവ്വാഴ്ച പൂർത്തിയാക്കിയിരുന്നു. തുടർന്ന് മൃതദേഹം തളങ്കര മാലിക് ദിനാർ പള്ളിയിൽ എത്തിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പള. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് UDSF കാസർഗോഡ് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ തിരിച്ചുവിടാൻ പോലീസ് ലാത്തി പ്രയോഗിച്ചു. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു.
ഹോസ്ദുർഗ് ബേക്കൽ ഉപജില്ലാ കലോത്സവങ്ങൾക്ക് തുടക്കമായി. ഓഫ് സ്റ്റേജിലെ മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ നടന്നത്. ഹോസ്ദുർഗ് ബേക്കൽ സബ് ജില്ലാ കലോത്സവങ്ങൾക്ക് തുടക്കമായി. ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നടക്കുന്നത്. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആതിഥ്യമരുളുന്നത്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ആകർഷണമായ സ്റ്റേജ് മത്സരങ്ങൾ. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവത്തിന് മുന്നോടിയായി കാഞ്ഞിരത്തുങ്കാലിൽ നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി. കവി വിനയചന്ദ്രൻ കലോത്സവ സുവനീർ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് സബ് ജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്ന് 312 ഇനങ്ങളിലായി 4000-ഓളം കുട്ടികൾ പങ്കെടുക്കും. കോടോത്ത് ആദ്യമായാണ് സബ് ജില്ലാ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാഞ്ഞങ്ങാട് കാർത്തികക്കാവിൽ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് തോണിയേറി തെയ്യങ്ങളെത്തി. കാർത്തിക ചാമുണ്ടിയും പരിവാരങ്ങളും സമീപത്തെ ക്ഷേത്രത്തിലെ കാളിച്ചുചേക്കവൻ തെയ്യത്തോട് തോണിയിൽ വരുന്നു എന്നാണ് സങ്കല്പം. കാഞ്ഞങ്ങാട്ടെ അരയി ഗ്രാമത്തിലാണ് തെയ്യങ്ങൾ മറ്റൊരു തെയ്യത്തെ കാണാൻ കടത്തു തോണിയിൽ പുഴ കടന്നെത്തുന്ന മനോഹരമായ ഈ കാഴ്ച. അരി വിതച്ച് അരയിയെ സമൃദ്ധമാക്കിയ കാർത്തിക ചാമുണ്ടിയാണ് കൂട്ടുകാരോടൊപ്പം അരയിപ്പുഴ കടന്ന് മറ്റൊരു കൂട്ടുകാരനായ കാലിച്ചേകവനെ കാണാനെത്തുന്നത്. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കാനും കാലിച്ചേകവനോട് നാട്ടുവിശേഷങ്ങൾ പറയാനുമായാണ് കാർത്തികക്കാവിൽ നിന്ന് തെയ്യങ്ങൾ തോണിയേറി അരയിപ്പുഴ കടന്നെത്തുന്നത്. നാട്ടിലെ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കൽ കൂടിയാണ് തെയ്യങ്ങളുടെ ഈ പുഴ കടന്നുള്ള യാത്ര. അരയി കാർത്തികക്കാവിൽ നിന്ന് അരയി ഏരത്തുമുണ്ടിയ തമ്പുരാൻ കൊട്ടാരക്കാവിലേക്കുള്ള തെയ്യങ്ങളുടെ തോണിയേറിയുള്ള യാത്ര കാണാനായി നിരവധി പേരാണ് എത്തിയത്. കാർത്തിക ചാമുണ്ടി, കാലിച്ചാൻ, ഗുളികൻ എന്നീ തെയ്യങ്ങളാണ് കാർത്തികക്കാവിൽ കെട്ടിയാടുന്നത്. വയലുകൾ സംരക്ഷിച്ച ഇവർ പിന്നീട് ദൈവക്കോലമായി മാറിയെന്നാണ് ഐതിഹ്യം. കാർത്തിക ചാമുണ്ടിയും ഗുളികനും കാലിച്ചാനും പുഴ കടന്ന് ഇക്കരയെത്തി ഇക്കരക്കാവിലെ കാലിച്ചാൻ തെയ്യത്തെ കണ്ട് നാട്ടുവിശേഷങ്ങളും വിള സമൃദ്ധിയും അറിയിക്കും. കാർത്തിക ചാമുണ്ടിയും ഗുളികനുമാണ് വിശേഷങ്ങൾ പറയുക. തെയ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഈ തെയ്യാട്ടത്തിലെ പ്രധാന ചടങ്ങാണ്. ഓരോ തുലാപ്പത്ത് കഴിയുമ്പോഴും വടക്കേ മലബാറുകാർക്ക് ഈ കാഴ്ച ഒരു കാത്തിരിപ്പ് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 30 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ വേദിയാവുന്നു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് നവംബർ 1 മുതൽ 7 വരെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട 30 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വരയിലൂടെ കാണിച്ചുകൊണ്ട് സമൂഹത്തിന് ഒരുപാട് മാതൃകയായ ഒരുപറ്റം കലാകാരന്മാർ രൂപീകരിച്ച സംഘടനയാണ് ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ. മാധ്യമങ്ങളിൽ നിന്നും കലയെയും സംസ്കാരത്തെയും പ്രത്യേകം ചേർത്ത് പിടിക്കുമ്പോൾ കലയ്ക്കെന്നും പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന ഈ അവസരത്തിൽ പ്രത്യേകം സന്തോഷിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലുമായി കൃത്യമായ വേതനം പോലും ലഭിക്കാതെ ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുള്ള സംഘടനയാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡിജിറ്റലിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടി ജീവന്റെ തുടിപ്പുകൾ വരച്ച ചിത്രകാരന്മാർ ഇന്ന് അതിലേക്കും അത്യാവശ്യം നീങ്ങുന്ന സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇവിടെ നമ്മുടെ സെക്രട്ടറി വിനോദ് ശില്പി പറഞ്ഞതുപോലെ ചിത്രങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി നീങ്ങുമ്പോൾ നമ്മുടെ സമൂഹം
അതിന്റെ വില മനസ്സിലാക്കാതെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അപജയമായി ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നവംബർ 1 മുതൽ 7 വരെ നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചിത്രകാരി കെ മാധവി മീങ്ങോത്ത് ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ പ്രസിഡന്റ് നാരായണൻ ഡേഗിത അധ്യക്ഷനാവും. നഗരസഭാ കൗൺസിലർ വന്ദന ബൽരാജ്, പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ, പല്ലവ നാരായണൻ, സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിക്കും. അസോസിയേഷൻ സെക്രട്ടറി വിനോദ് ശില്പി സ്വാഗതവും ബാലൻ സൗത്ത് നന്ദിയും പറയും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശന സമയം. ചിത്രങ്ങൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ നാരായണൻ ഡേഗിത, വിനോദ് ശില്പി, സുകുമാരൻ പൂച്ചക്കാട്, തപസ്യ, ബാലൻ സൗത്ത് എന്നിവർ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മൃഗാശുപത്രി കെട്ടിട ശിലാസ്ഥാപനം നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ ഡോക്ടർ സജീവ് കുമാർ, ഇവിടുത്തെ സീനിയർ വെറ്റിനറി സർജൻ, അദ്ദേഹം ഏതാണ്ട് 2 വർഷമായി, 1.5 വർഷത്തിലധികമായി നിരന്തരമായി MLA ഓഫീസിൽ വരികയും ഞാൻ മലപ്പുറത്ത് വന്നതാണ്. ഇതിനകത്ത് പെട്ടു എന്നുള്ള പേടിയിൽ എന്ന് പറഞ്ഞാൽ അത്ര അപകടാവസ്ഥയിലായതുകൊണ്ട് തിരിച്ചു പോകണ്ടേ, ഒരു അപലാതിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആവശ്യം ഉന്നയിക്കല് ഞാൻ നോക്കാൻ വന്നില്ല. ഏത് സമയത്ത് ആർക്കും അറിയില്ല, മനസ്സിലായി, ഞാൻ നോക്കാനായി വന്നിട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് നല്ല ബോധ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോത്രമാണ് നമ്മൾ പിന്നീട് തുടങ്ങിയത്. അതിന് കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ പറഞ്ഞതുപോലെ പല പോസ്റ്റുകളും ആശുപത്രി അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അപ്ഗ്രേഡ് ചെയ്ത് അതിനനുസരിച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ ഇല്ലാതെയൊക്കെ പോകുന്നതിന് പിന്നിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PK മനോജ് കുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ IAS വിശദ പദ്ധതി രേഖ കൈമാറ്റം ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ IAS ഏറ്റുവാങ്ങി. ക്ഷീര കർഷകർക്ക് ഉൽപാദന ബോണസ് വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിൽടെക് അബ്ദുള്ള ധാതുലവണ മിശ്രിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബിൽടെക് അബ്ദുള്ള, K അനീഷൻ, P അഹമ്മദ് അലി, KV സരസ്വതി, KV പ്രഭാവതി, മനോജ് കുമാർ PK, ഡോക്ടർ സന്തോഷ് NK, വന്ദന ബൽരാജ്, കൃഷ്ണൻ പനങ്കാവ്, രവീന്ദ്രൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ചന്ദ്രശേഖരൻ P, N ബാലകൃഷ്ണൻ, KK ജാഫർ, KC പീറ്റർ, പ്രശാന്ത് M, V വെങ്കടേഷ്, M ഹമീദ് ഹാജി, ഉദിനൂർ സുകുമാരൻ, M കുഞ്ഞമ്പാടി, പ്രമോദ് കരുവളം, നന്ദകുമാർ PT, പ്രിൻസ് ജോസഫ്, VK രമേശൻ, സണ്ണി അരമന, KV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ K ലത സ്വാഗതവും ഡോക്ടർ സജീവ് കുമാർ KA നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണീകയുടെ പ്രകാശനവും സംഘാടക സമിതി പിരിച്ചുവിടലും നടന്നു. ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേരള പൂരക്കളി കലാ അസോസിയേഷന്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്മരണിക പ്രകാശനം നടന്നു. സംഘാടക സമിതി പിരിച്ചുവിടലും ചാമുണ്ടിക്കുന്ന വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് വെച്ചാണ് നടന്നത്. കേരള പൂരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ പയ്യന്നൂർ MLA TI മധുസൂദനൻ സ്മരണിക ചാമുണ്ടിക്കുന്ന ദേവസ്ഥാന ചാമുണ്ടി നർത്തകൻ കൃഷ്ണൻ വെളിച്ചപ്പാടൻ നൽകി പ്രകാശനം നിർവഹിച്ചു. ചരിത്രത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാന സമ്മേളന സംഘാടനമാണ് ജൂലൈ 12-13 തീയതികളിൽ നടന്നിട്ടുള്ള ഈ ചാമുണ്ടിക്കുന്ന ദേവസ്ഥാനത്ത് വെച്ച് നടന്നിട്ടുള്ള സംസ്ഥാന സമ്മേളനം എന്ന് അഭിമാനത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് അവകാശപ്പെടാം. ഞങ്ങളതിൻ്റെ ആവേശം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ളവരാണ്. ഏത് കാര്യത്തിലും അതിൻ്റെ പ്രചരണം, അതിൻ്റെ മേളക്കൊടുപ്പോടുകൂടി അതിനെ ഗംഭീരമാക്കുന്നത് പ്രതിനിധികൾക്ക് ഏറ്റവും തൃപ്തികരമായ രൂപത്തിൽ
ആതിഥ്യത്തോടുകൂടി അവരെ സ്വീകരിക്കുന്നത്. എല്ലാം തന്നെ ഭാവിയിൽ നമുക്ക് ഒരു സമ്മേളനം നടത്തുമ്പോൾ എങ്ങനെ നടത്തണം എന്നുള്ളതിന് ഒരർത്ഥത്തിൽ വഴികാട്ടിയാവുന്ന നിലയിൽ തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ 2 ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ CK നാരായണ പണിക്കർ അധ്യക്ഷത വഹിച്ചു. കേരള പുരക്കളി കലാ അസോസിയേഷൻ സംസ്ഥാന ഖജാൻജി കാഞ്ഞങ്ങാട് ദാമോദര പണിക്കർ, കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് P കൊട്ടൻകുഞ്ഞി അടൂട്ട, ഖജാൻജി TV ശ്രീധരൻ, ജനാർദ്ദനൻ കുന്നരുവത്ത്, കൃഷ്ണൻ, T ചോയമ്പു, കുഞ്ഞിക്കണ്ണൻ, ചന്ദ്രൻ മണിയറ, സന്തോഷ് പാലായി, വിനോദ് തവിടുശ്ശേരി, അനീഷ് ദീപം തുടങ്ങിയവർ സംസാരിച്ചു. കേരള പുരക്കളി കലാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മടിക്കി ഗോപാലകൃഷ്ണ പണിക്കർ സ്വാഗതവും മേഖലാ സെക്രട്ടറി വസന്തകുമാർ കാട്ടുകുളങ്ങര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹോസ്ദുർഗ് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെയും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു ഡ്രൈവറുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഡോക്ടർക്ക് സമാനമായ ഒരു ജോലിയാണ്. കാരണം നമുക്കൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടറെ വിശ്വസിച്ച് നമ്മൾ അദ്ദേഹത്തെ സമീപിക്കുകയാണ്. കാരണം എൻ്റെ അസുഖം അദ്ദേഹം മാറ്റിത്തരും എന്നൊരു വിശ്വാസത്തോടെയാണ് നമ്മൾ ആ ഡോക്ടറെ സമീപിക്കുന്നതും അദ്ദേഹം തരുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് നമ്മൾ. അതേപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൽ അത് കയറുന്ന പാസഞ്ചേഴ്സ്, അത് കുട്ടികളായാലും വലിയവരായാലും, നിങ്ങളവരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ, അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് നിങ്ങളുടെ വാഹനത്തിലേക്ക് അവർ കയറുന്നത്. ഒരു ഡോക്ടറായാലും ഒരു ഡ്രൈവറായാലും ജീവനാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡ്രൈവറുടെ ജോലി എത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഞാൻ പറയുന്നത്. ഹോസ്ദുർഗ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അജയകുമാർ A അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രേമരാജൻ KV ക്ലാസ് എടുത്തു. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഹാരിസ് എന്നിവർ സംസാരിച്ചു. SPG കോർഡിനേറ്റർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി സ്വാഗതവും ജനമൈത്രി വോളണ്ടിയർ അനീഷ് മണ്ണട്ട നന്ദിയും പറഞ്ഞു. സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ 100-ലധികം ഡ്രൈവർമാർ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഹരിപുരം സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയ ഹാളിലാണ് ക്യാമ്പ് നടന്നത്. പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഹരിപുരം സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുല്ലൂർ AKG സ്മാരക ഗ്രന്ഥാലയ ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ് നടന്നത്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ MV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൻപുറത്ത് പ്രാചീനകാലം മുതൽ തന്നെ ആയുർവേദത്തിന് വലിയ പ്രശസ്തി ഉള്ള നാടാണ്. ഈ നാട്ടിൽ തന്നെ കൂടി ഇതുപോലുള്ള അധികകാലത്ത് പല വൈദ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അബുവൈദ്, അതുപോലെ തന്നെ പ്രഥമമായ ഡോക്ടർ, അതുപോലെ തന്നെ കണ്ണവേദ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്തുണ്ട്. നാട്ടിലുള്ള പച്ചമരുന്നുകളൊക്കെ ശേഖരിച്ച് ഒറ്റമൂലി എന്ന രൂപത്തിൽ നമ്മുടെ ദൈനംദിനം വരുന്ന രോഗശമനത്തിന് മരുന്ന് നൽകിക്കൊണ്ട് ഏറെ പ്രശസ്തി നേടിയ നാടാണ് പുല്ലൂർ ഗ്രാമം. അതേപോലെ പോകാതെ തന്നെ ആയുർവേദത്തിൽ ആകർഷമായി നല്ല നിലയിൽ ആ മരുന്ന് ഉപയോഗം നേടിയിട്ടുള്ള നാടെന്ന ഒരു ജാതി പുല്ലൂർക്കുണ്ട്. ഗ്രന്ഥാലയം പ്രസിഡന്റ് O കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DAH
പടന്നക്കാട് കാരുണ്യ പ്രൊജക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസീല പി ആരോഗ്യ ക്ലാസ് എടുത്തു. AKG ക്ലബ് പ്രസിഡന്റ് A. കൃഷ്ണൻ, സെക്രട്ടറി KV രാജൻ, ലൈബ്രറി കൗൺസിൽ പുല്ലൂർപെരിയ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ P. അബ്ദുൽ ലത്തീഫ്, T. ബിന്ദു എന്നിവർ സംസാരിച്ചു. ഹരിപുരം ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV നിഷ ക്യാമ്പന നേതൃത്വം നൽകി. ലൈബ്രറിയൻ K. കാർത്തിയായനി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പണാങ്കോട് ശ്രീ മുണ്ടിക്കാൽ ചാമുണ്ടിയമ്മ ഗുളികൻ പൊറോന്തി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം നടന്നു. 6 മാസത്തെ ഇടവേളയ്ക്കു ശേഷം കളിയാട്ടകാലം തുടങ്ങിയപ്പോൾ നിരവധി ഭക്തരാണ് ദേവസ്ഥാനത്ത് അനുഗ്രഹം തേടിയെത്തിയത്. പണാംകോട് ശ്രീ മുണ്ടേക്കാൽ ചാമുണ്ടിയമ്മ ഗുളികൻ പൊറോന്തി ദേവസ്ഥാനത്ത് തുലാം 10-നാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. തെയ്യക്കാലത്തിന്റെ വരവറിയിച്ചാണ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിക്കുന്നത്. ഇക്കുറി കനത്ത മഴയുടെ അകമ്പടിയോടെയാണ് വടക്കേ മലബാർ തുലാം 10-നെ വരവേറ്റത്. തുലാം 10 മുതൽ വടക്കേ മലബാറിൽ തെയ്യക്കാവുകൾ സജീവമാകും. ഓരോ കളിയാട്ടവും ഒരു ഉത്സവം എന്നതിലുപരി ഒരു ഒത്തുചേരൽ കൂടിയാണ്. മുതിർന്ന തലമുറ മുതൽ പിഞ്ചു കുട്ടികൾ വരെ ഒന്നിച്ചു കൂടിയുള്ള ഭക്ഷണം പാകം ചെയ്യലും പൊട്ടൻ തെയ്യത്തിന്റെ മേലേരിച്ചാടലും വിഷ്ണുമൂർത്തിക്കുള്ള ഗോവിന്ദവിളിയും വിണ്ണിലെ ദൈവങ്ങൾ മണ്ണിലേക്കിറങ്ങുന്ന പുണ്യമുഹൂർത്തങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അള്ളട സ്വരൂപം മുതൽ വടക്കിന്റെ തട്ടകമാകെ വ്യാപിച്ചു കിടക്കുന്ന മന്ത്രമൂർത്തികളുടെയും ഉഗ്രസ്വരൂപിണികളുടെയും ഉറഞ്ഞാട്ടത്തിനുള്ള കാലത്തിനും തുടക്കമാവുന്നു. തുലാം 10-ന് പണാംകോട് ശ്രീ മുണ്ടേക്കാൽ ചാമുണ്ടിയമ്മ ഗുളികൻ പൊറോന്തി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. നിരവധി ആളുകളാണ് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പണാംകോട്. കാഞ്ഞങ്ങാട് നിത്യാന്ത പോളിയിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ജെൻഡർ ക്ലബ് ഉദ്ഘാടനവും ഫിലിം ഫെസ്റ്റും നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM കിഷോർ ഉദ്ഘാടനം ചെയ്തു. ലിംഗവിവേചനമില്ലാത്ത തലമുറയെ വാർത്തെടുക്കുക, അക്രമരഹിതമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം വിദ്യാർത്ഥികളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിയിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ജെൻഡർ ക്ലബ് ഉദ്ഘാടനവും ഫിലിം ഫെസ്റ്റും നടന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പ്രവർത്തിക്കണം, ഈ കൂട്ടായ്മ സഹായിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട്
യുവസാഹിത്യകാരൻ മൃദുൽ വി മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പാൾ എം ജയകൃഷ്ണൻ നായർ അധ്യക്ഷനായി. ദാമോദരൻ കെടിലയ, വി സോന, പി വിക്രമൻ, എസ് മനു, ടി കെ രേഷ്മ, ടി ഷിജിത, എ പി ഭിനിമോൾ എന്നിവർ സംസാരിച്ചു. ഗോകുൽ ടി എ സ്വാഗതവും ഇ ശോഭന നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി തുളിച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ദണ്ഡെങ്ങാനത്ത് ഭഗവതി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കോട്ടച്ചേരി തുളിച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട ഉത്സവത്തിന് തുടക്കമായി. കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി ദണ്ഡ്യങ്ങാനത്ത് ഭഗവതി അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തരാണ് ദണ്ഡ്യങ്ങാനത്ത് ഭഗവതിയുടെ അനുഗ്രഹം തേടി തുളിച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി തുളിച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട ഉത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. സർവൈശ്വര്യ വിളക്കുപൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. കോട്ടച്ചേരി തുളിച്ചേരി കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവ ഭാഗമായി സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. സുധാകരൻ നായർ പുറമങ്കരയുടെ കാർമ്മികത്വത്തിലാണ് വിളക്കുപൂജ നടന്നത്. ओम शिवाय नमः। ओम महालक्ष्मी नमः। ओम महागौरी नमः। ओम चंडिकाय नमः। കോട്ടച്ചേരി കുന്നമൽ വിഷ്ണുമൂർത്തി ക്ഷേത്രഭജന സമിതിയുടെ ഭജനയും കുമ്മണാർ കോൽക്കളി സംഘത്തിന്റെ കോൽക്കളിയും നടന്നു. ശേഷം മഞ്ചണങ്ങൻ ഭൂതം, ചെറിയ ഭഗവതി തെയ്യങ്ങൾ കെട്ടിയാടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിന്താ പുസ്തകോത്സവത്തിന് തുടക്കമായി. അഡ്വക്കേറ്റ് ആതിര വായനശാലയിലെ സ്ത്രീപക്ഷം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ചിന്താ പബ്ലിക്കേഷൻസിന്റെ ചിന്താ പുസ്തകോത്സവം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പെട്രോൾ പമ്പിന് സമീപമാണ് നടക്കുന്നത്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വായനയിലെ സ്ത്രീപക്ഷം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പി എം ആതിര പ്രഭാഷണം നടത്തി. പി എ ശകുന്തള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സുനു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. രുക്മിണി, ഫൗസിയ ഷെരീഫ്, ബിന്ദു പി, സിന്ധു പനയാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ 10-11 വാർഡ് കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി വികസന സദസ്സ് നടത്തി. ചെമ്മട്ടം വയലിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വികസനം, ട്രെഞ്ചിങ് ഗ്രൗണ്ടിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്ന കാഞ്ഞങ്ങാട് നഗരസഭ 12-ാം വാർഡ്, വാർഡ് 10, 11 കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി വികസന സദസ്സ് മികച്ച പങ്കാളിത്തത്തിൽ നടന്നു. ചെമ്മട്ടമയിലിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. വയോജനാവസ്ഥയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങളുടെ അംഗനവാടികൾ, കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മുതൽ തന്നെ നമ്മുടെ അംഗനവാടികളിലെ സൗകര്യം, ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു അംഗനവാടിയുടെ കെട്ടിടോദ്ഘാടനത്തിന് കാത്തു നിൽക്കുകയാണ് തൊട്ടടുത്ത ദിവസം. 53 അംഗനവാടികളുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. 43 വാർഡുകൾ. ഈ 53 അംഗനവാടികളിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ
ഏറ്റവും മികച്ച കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ പ്യൂരിഫയർ വേണ്ടിയെടുത്ത് അതൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ പായ, ബെഡ് പോലെ അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ അടുക്കളയിലേക്കൊക്കെ അംഗൻവാടിയിൽ പോകുന്നവർക്കറിയാം, ആവിയിൽ വേവിച്ച ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആവിപാത്രവും മിക്സിയും അതുപോലെ പ്രഷർ കുക്കറും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും സുസജ്ജമായിട്ടുള്ള, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നുന്ന ചുവർ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ഒരു അംഗനവാടി. കൗൺസിലർ KV സുശീല അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ലത, നഗരസഭ ആസൂത്രണ സമിതി അംഗം PK നിഷാന്ത്, KV രതീഷ്, വിപിൻ ബല്ലത്ത്, N ഗോപി, ജയൻ ബല്ലത്ത് എന്നിവർ സംസാരിച്ചു. കൗൺസിലർ N ഇന്ദിര സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണീശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ 10ാമത് ചടങ്ങുകൾ ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിന് സാക്ഷിയാവാനെത്തി. രാവണേശ്വരം കളരിക്കാൽ ശ്രീ മുളവന്നൂർ ഭഗവതി ക്ഷേത്രം 10ാമതയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. നിരവധി ആളുകളാണ് 10ാമത് ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. കുട്ട്യാനം പച്ചക്കുണ്ട് അയ്യപ്പ ഭജനമഠം 10ാം വാർഷികത്തിന്റെയും ആഴിപൂജ മഹോത്സവത്തിന്റെയും ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. ആഴിപൂജ മഹോത്സവം 2025 ഡിസംബർ 4, 5, 6 തീയതികളിലായാണ് നടക്കുന്നത്. കുട്ട്യാനം പച്ചക്കുണ്ട് ശ്രീ അയ്യപ്പ ഭജനമഠം 10ാം വാർഷികവും ആഴിപൂജ മഹോത്സവവും 2025 ഡിസംബർ 4, 5, 6 തീയതികളിലായി നടക്കും. പരിപാടിയുടെ ഭാഗമായുള്ള നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നു. അയ്യപ്പ ഭജനമഠത്തിലെ സുരേഷൻ ഗുരുസ്വാമിയുടെയും ആചാരസ്ഥാനികരുടെയും ആഘോഷ കമ്മിറ്റി, അയ്യപ്പ ഭജനമഠ കമ്മിറ്റി, മാതൃസമിതി ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പെരുംകൊല്ലൻ കാഞ്ഞിരപ്പൊയിൽ A കണ്ണൻ നാൾമരം മുറിക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ AC നന്ദകുമാർ മാസ്റ്റർ, കൺവീനർ V മുകേഷ് കുട്ട്യാനം, അയ്യപ്പ ഭജനമഠം സെക്രട്ടറി N സന്തോഷ്, പ്രസിഡന്റ് K വിജേഷ്, ഗജാൻജി ചിത്രൻ പച്ചക്കുണ്ട, മാതൃസമിതി സെക്രട്ടറി A സീമ, പ്രസിഡന്റ് ഗായത്രി പച്ചക്കുണ്ട എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയിൽ വെച്ച് മാതൃസമിതി സ്വരൂപിച്ച ഫണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ AC നന്ദകുമാർ മാസ്റ്റർ, കൺവീനർ V മുകേഷ് കുട്ട്യാനം എന്നിവരെ മാതൃസമിതി ഭാരവാഹികൾ ഏൽപ്പിക്കുന്ന ചടങ്ങും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ആഴിപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി ഡിസംബർ 4, 5, 6 തീയതികളായി കലവറ നിരക്കൽ ഘോഷയാത്ര, വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര, പേട്ടത്തുള്ളൽ, ആഴിപൂജ, കനലാട്ടം, ഭജന, ദീപാരാധന, അന്നദാനം, വിവിധ കലാപരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലെ അപകടം, ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്ന പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ അന്വേഷണം പുരോഗമിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് UDSF കാസർഗോഡ് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ തിരിച്ചുവിടാൻ പോലീസ് ലാത്തി പ്രയോഗിച്ചു. പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ഹോസ്ദുർഗ് ബേക്കൽ ഉപജില്ലാ കലോത്സവങ്ങൾക്ക് തുടക്കമായി. ഓഫ് സ്റ്റേജിന്റെ മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ നടന്നത്. കാഞ്ഞങ്ങാട് കാർത്തികക്കാവിൽ കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് തോണിയേറി തെയ്യങ്ങളെത്തി. കാർത്തിക ചാമുണ്ടിയും പരിവാരങ്ങളും സമീപത്തെ ക്ഷേത്രത്തിലെ കാലിച്ചുചേക്കവൻ തെയ്യത്തോട് തോണിയിൽ വരുന്നു എന്നാണ് സങ്കല്പം. 30 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനത്തിന് കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ വേദിയാവുന്നു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് നവംബർ 1 മുതൽ 7 വരെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് മൃഗാശുപത്രി കെട്ടിട ശിലാസ്ഥാപനം നടന്നു. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.